നമുക്കൊരു 5 കലത്തപ്പത്തിനുള്ള ചേരുവകൾ എടുക്കാം. ഒരു 250 ഗ്രാം ഉഴുന്ന്, അത് 1-2 പ്രാവശ്യം നന്നായി കഴുകി 1 മണിക്കൂർ നേരം നമുക്ക് കുതിർക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ, ഒരു തേങ്ങ അരിഞ്ഞ് നൈസായിട്ട് അരിയണം കേട്ടോ, നൈസായിട്ട് അരിഞ്ഞ് അതെടുത്ത് വയ്ക്കുക. അതുപോലെ നമുക്കൊരു 150 ഗ്രാം ഉള്ളി, ചുവന്നുള്ളി. ഉഴുന്ന് ഏകദേശം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇത് പലരും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ്. ഞാനിവിടെ ഒരു 500 ഗ്രാം വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കണത്. നമുക്ക് പച്ചരിയും കൊണ്ടും ഇത് കലത്തപ്പം ഉണ്ടാക്കാം. അത് അരി കുതിർക്കാൻ വെച്ചിട്ട് വേണം. ഇതിപ്പോൾ വറുത്ത പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉഴുന്ന് അരച്ചത് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ശരിക്കും കട്ടകൾ ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വറുത്ത പൊടി ആയതുകൊണ്ട് കട്ടകൾ ഉടയാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്നും കൂടി കറക്കിയെടുക്കുക. തേങ്ങ അരിഞ്ഞത്, ഉപ്പ്, ഉള്ളി അരിഞ്ഞത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഈ പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തിട്ട് വരാം. ഉരുളി അടുപ്പത്ത് വയ്ക്കുക. ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ശരിക്കും ചൂടായതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ നന്നായി ഇളക്കി നമ്മുടെ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ഉള്ളിയും വറുത്ത് കോരിയെടുക്കുക. ഇനി ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിൻ്റെ ടേസ്റ്റ് മാറും. ബ്രൗൺ നിറമാകുമ്പോൾ തന്നെ കോരിയെടുക്കണം. ഇത് ബ്രൗൺ നിറമാകുമ്പോൾ തന്നെ നല്ല മണം വരും. ഈ കലത്തപ്പം നമ്മൾ ഈ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കരിയാതെ നോക്കണം. അത് നമുക്ക് ഇനി നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്തു, ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. തേങ്ങയും ഉള്ളി എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ഒരു 3 കയ്യിൽ ഏകദേശം ഒഴിച്ച് കൊടുക്കുക. അത് നമ്മുടെ കയ്യിലും കൊണ്ട് തന്നെ നന്നായിട്ട് പരത്തി കൊടുക്കുക. ഒരു 8 മിനിറ്റ് നേരം നമ്മൾ സ്ലിമ്മിലിട്ട് വേവിക്കുക. ഫുൾ തീയിലിടരുത്. ഫുൾ തീയിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 8 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് വേവിക്കുക. ക്രിസ്ത്യാനികൾ പെസഹ വ്യാഴാഴ്ചയാണ് കലത്തപ്പം ചുടാറ്. അതിൽ ഫസ്റ്റ് അപ്പത്തിൽ നമ്മുടെ കുരുത്തോല എടുത്ത് കുരിശു പോലെ വെച്ച് നമ്മൾ ആദ്യത്തെ അപ്പം ഉണ്ടാക്കണത്. ഇത് അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് സ്ലിമ്മിലിട്ട് വേവിക്കുക. അപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം. മറ്റേ സൈഡും ഇതുപോലെ തന്നെ മറിച്ചിട്ട് വേവിക്കണം. അതും ഒരു 8 മിനിറ്റ് സ്ലിമ്മിൽ വേവിക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. കലത്തപ്പം റെഡി. സന്ധ്യേ ഭാഗ്യം